Hello students, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് വീഡിയോ ആണ്. ആ കോൺസെപ്റ്റ് വീഡിയോ നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളൊരു ചാപ്റ്ററിനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് സി എയിലും വരുന്നുണ്ട്, അതേപോലെ സി എം എയിലും വരുന്നുണ്ട് അല്ലേ. സി എയിലാണെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്, സി എം എയിലാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഈ പ്രോസസ് അക്കൗണ്ടിങ്ങിൽ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് സ്റ്റുഡൻസിന് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. ഓക്കെ, പല സ്റ്റുഡൻസും നോർമൽ ക്വസ്റ്റ്യൻസ് ചെയ്തു വരും, പക്ഷേ WIP അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിലോട്ട് വരുമ്പോൾ പല സ്റ്റുഡൻസും സ്കിപ്പ് ചെയ്യാറുണ്ട്. അതുമല്ലാതെ ചിലർക്ക് വന്നത് ആൻസർ തെറ്റാറുണ്ട് എന്നുള്ള കേസസൊക്കെ വരാറുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, ഓക്കെ, എങ്ങനെ നമുക്കത് എറർ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമുക്കറിയാം സംതിങ് വിച്ച് ഇസ് നോട്ട് ഫിനിഷ്ഡ് അല്ലേ, റൈറ്റ്. ഓപ്പണിങ്ങിൽ നമുക്ക് ചിലപ്പോൾ WIP ഉണ്ടാവാം, ക്ലോസിങ്ങിൽ WIP ഉണ്ടാവാം അല്ലേ. WIP എന്ന് പറയുന്നത് എന്താ, സെമി ഫിനിഷ്ഡ് കാറ്റഗറിയാണ്. അത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ തീർന്നിട്ടില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള കേസസ് വരികയാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയണം ഓപ്പണിങ്ങിൽ WIP ഉണ്ട് അല്ലെങ്കിൽ ക്ലോസിങ്ങിൽ WIP ഉണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് വാല്യൂ ചെയ്യാം, ഓക്കെ, വാട്ട് വാല്യൂ വിൽ ബി ഗിവിങ് ടു ദിസ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ലേൺ ചെയ്യാം. ഓക്കെ, റൈറ്റ്. സേ ഫോർ എക്സാമ്പിൾ, സോ നിങ്ങൾക്കറിയാം നമ്മൾ പ്രോസസ്സ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു T ഫോർമാറ്റാണ് പ്രിപ്പയർ ചെയ്യുക അല്ലേ, റൈറ്റ്. സോ വാട്ട് ആൻഡ് ഓൾ കംസ് ഇൻ, റൈറ്റ്. അതൊക്കെ നമ്മൾ എന്താ, ഈ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് നമ്മൾ എഴുതും. വാട്ട് ആൻഡ് ഓൾ ഈസ് ഗോയിങ് ഔട്ട് ഫ്രം ദ പ്രോസസ് വിൽ ബി റൈറ്റിംഗ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓർ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ക്ലോസിംഗ് WIP മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ എന്ന് വയ്ക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി ഗിവൺ ക്ലോസിംഗ് WIP. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ അതിൻ്റെ വാല്യുവേഷൻ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ, ഐ എം ഗോയിങ് ടു ഇൻപുട്ട് സം മെറ്റീരിയൽസ്, ഓക്കെ, ഇൻ ടു ദ പ്രോസസ്. സേ ഫോർ എക്സാമ്പിൾ, ഞാനൊരു 1000 യൂണിറ്റ്സ് ഞാൻ ഈ പ്രോസസ്സിലോട്ട് ഇൻവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഗിവിങ് ദിസ് ഓൾസോ 1 lakh ആണ് അതിൻ്റെ കോസ്റ്റ് എന്ന് വയ്ക്കാം. ഓക്കെ, 1000 ഇൻപുട്ട്സ് ഈസ് ഗോൺ ഇൻ ടു ദ പ്രോസസ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ അഗെയിൻ സേസ് ദാറ്റ് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് 600 യൂണിറ്റാണ്. ഓക്കെ, 600 യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു, നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി 400 യൂണിറ്റ് എന്താണ്, ഈ പ്രോസസ്സിൽ തന്നെ കിടക്കുകയാണ് അല്ലേ, റൈറ്റ്. ഈ പ്രോസസ്സിൽ തന്നെ കിടക്കുന്നുണ്ട്, വിച്ച് മീൻസ് അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, ക്ലോസിംഗ് WIP. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഓക്കെ, സോ 1000 യൂണിറ്റ്സ് ടോട്ടലി നമ്മൾ ഇൻവേർട്ട് ചെയ്തു, 600 യൂണിറ്റ് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോയി, 400 യൂണിറ്റ് ബാക്കി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, റൈറ്റ്. ആൻഡ് വൺ മോർ ഇൻഫർമേഷൻ ദേ ആർ ഗിവിങ്, ഈ സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് 50% കംപ്ലീറ്റ് ആണെന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടെ തരുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ദ ഡീറ്റെയിൽസ് കറക്റ്റ്. ഓക്കെ, 1000 വി ഇൻപുട്ട് ഇൻ ടു ദാറ്റ് പ്രോസസ്. ഓക്കെ, 600 നമ്മൾ ഔട്ട്പുട്ടായി, ബാക്കി 400 ഇപ്പോഴും ആ പ്രോസസ്സിൽ തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, എന്ന് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നുണ്ട്. 50% കംപ്ലീറ്റ് ആണ്, പകുതി കംപ്ലീറ്റ് ആണ്. ഓക്കെ, റൈറ്റ്. സോ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് എന്താ, ഈ വാല്യൂ നമുക്കറിയണം, അതേപോലെ തന്നെ ക്ലോസിംഗ് WIP അല്ലേ. പ്രോസസ് 2ലോട്ട് ട്രാൻസ്ഫർ ചെയ്ത ഗുഡ്സിൻ്റെ വാല്യൂ എന്താണ്, അതേപോലെ ക്ലോസിംഗ് WIP വാല്യൂ എന്താണ്, ഈ 2 ടാസ്ക്കാണ് നമുക്കുള്ളത്. ഓക്കെ, റൈറ്റ്. സോ ക്യാൻ വി ഡു ലൈക്ക് ദിസ്. ഇപ്പോൾ നമുക്ക് 1 ലക്ഷം ആയിരുന്നു നമ്മുടെ കോസ്റ്റ് അല്ലേ, റൈറ്റ്. മൊത്തം 1000 യൂണിറ്റ്സ് ഉണ്ട്. സോ 1 ലക്ഷം ഡിവൈഡഡ് ബൈ 1000, സോ 100 rupees പെർ യൂണിറ്റ്. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? സോ അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് 100 രൂപയാണെങ്കിൽ, ഓക്കെ, 600 യൂണിറ്റ്സ് 100 60,000. ഓക്കെ, 400 യൂണിറ്റ്സ് 100 40,000. സോ ടോട്ടൽ 1 lakh, ബോത്ത് സൈഡ് ടാലിഡ്. ക്യാൻ വി ഡു ലൈക്ക് ദിസ്? വി കനോട്ട് ഡു അല്ലേ. ദർ ഇസ് സം ഒരു ലോജിക് മിസ്സിങ് ഇവിടെ ഉണ്ട്, റൈറ്റ്. സോ എന്താണ് ആ ലോജിക് മിസ്സാവുന്നത്? ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ 40,000 രൂപ ഈ ക്ലോസിംഗ് WIPക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട് അല്ലേ, റൈറ്റ്. അപ്പോൾ അത് നമ്മൾ എന്താ 100 rupees നമ്മളത് എടുത്തത്. ഓക്കെ, റൈറ്റ്. പക്ഷേ ആക്ച്വലി എന്താ, ഇവിടെ 400 യൂണിറ്റും ഒരു പകുതി വർക്ക് അവിടെ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ, റൈറ്റ്. അപ്പോൾ ആ പകുതി വർക്ക് കഴിഞ്ഞതിന് നമ്മളൊരു ഫുൾ കോസ്റ്റാണ് നമ്മളിവിടെ കൊടുത്തത് 40,000 എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ ദാറ്റ് ഈസ് ഫണ്ടമെൻ്റലി റോങ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ this approach won't work out. Okay, so അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സംതിങ് കോൾഡ് ഈക്വലൻ്റ് യൂണിറ്റ്സ്. ഓക്കെ, റൈറ്റ്.
So this is a concept which is there in the WIP questions where equivalent units will be calculated. Okay, എന്താണ് ഈ equivalent units എന്ന് പറയുന്നത്? Okay, so listen. അപ്പോൾ units transferred to next process. Okay, എത്ര യൂണിറ്റ്സ് ആയിരുന്നു? 600 യൂണിറ്റ്സ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ? 100% ആണ് അല്ലേ, റൈറ്റ്? സോ ഇവിടെ ഞാനൊരു ഈക്വലൻ്റ് യൂണിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ 600 യൂണിറ്റ്സ് നെക്സ്റ്റ് പ്രോസസ്സിൽ ട്രാൻസ്ഫർ ചെയ്തു, 100% കംപ്ലീറ്റ് ആണ് അല്ലേ. അപ്പോൾ അതെന്താ, 600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് തുല്യമാണ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ്? ബട്ട് ക്ലോസിംഗ് WIP, റൈറ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ്? 400 യൂണിറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ 50% ഞാൻ ആക്ച്വലി കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ഓക്കെ, 50% ഇസ് ദ കാൽക്കുലേഷൻ, റൈറ്റ്? സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് യൂണിറ്റ് എത്രയായിരിക്കും? സോ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദി മീനിങ്. അതായത് 400 യൂണിറ്റ് 50% കംപ്ലീറ്റ് ആണെങ്കിൽ എത്ര ഈക്വലൻ്റ് യൂണിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു? 200 യൂണിറ്റ്സ് വി കംപ്ലീറ്റഡ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഓക്കെ, അത് 200 ഫുൾ യൂണിറ്റ്സ് ചെയ്തതിന് ഈക്വലൻ്റ് ആണ് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, റൈറ്റ്. സോ ടോട്ടൽ 800 ഈക്വലൻ്റ് യൂണിറ്റ്സ് നമ്മളവിടെ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ദ കോൺസെപ്റ്റ്. ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എല്ലാ WIP റിലേറ്റഡ് ക്വസ്റ്റ്യൻസിലും വി ഹാവ് ടു കാൽക്കുലേറ്റ് ദിസ് ഈക്വലൻ്റ് യൂണിറ്റ്സ്. ഓക്കെ, റൈറ്റ്. സോ 800 ഈക്വലൻ്റ് യൂണിറ്റ്സ് ഉണ്ട്. ഇനി എനിക്ക് എന്താ, ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, സോ ഐ എം കാൽക്കുലേറ്റിംഗ് സംതിങ് കോൾഡ് കോസ്റ്റ് പെർ ഈക്വലൻ്റ് യൂണിറ്റ്. ഓക്കെ, കോസ്റ്റ് പെർ ഈക്വലൻ്റ് യൂണിറ്റ്, റൈറ്റ്? സോ എൻ്റെ ഇവിടെ ടോട്ടൽ 1 lakh ആണല്ലേ. ഈ ഒരു പീരീഡിൽ എനിക്ക് ഇൻകർ ആയിട്ടുള്ള പ്രോസസ്സിൽ വരുന്ന കോസ്റ്റ് 1 lakh ആണ്. ഓക്കെ, ആൻഡ് ഹൗ മെനി ഈക്വലൻ്റ് യൂണിറ്റ്സ് ഐ ഹാഡ്? 800 യൂണിറ്റ്സ്. ഓക്കെ, സോ വാട്ട് ഈസ് കോസ്റ്റ് പെർ ഈക്വലൻ്റ് യൂണിറ്റ്? ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് 125 rupees per unit. ആർ യു അണ്ടർസ്റ്റാൻഡിങ് എവൺ? ഓക്കെ, സോ ഇതാണ് നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്ത ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ ടോട്ടൽ കോസ്റ്റ് വി ടുക്ക്, റൈറ്റ്, ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ ഈക്വലൻ്റ് യൂണിറ്റ്സ്. ആർ യു ഗെറ്റിംഗ്? സോ ദാറ്റ് ഈസ് ദ ഫോർമുല വി ഫോളോ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ കോസ്റ്റ് പെർ ഈക്വലൻ്റ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് 125 ആണെങ്കിൽ യു ക്യാൻ സിംപ്ലി മൾട്ടിപ്ലൈ, റൈറ്റ്, 600 into 125. ഓക്കെ, 75,000. ആർ യു ഗെറ്റിംഗ്? ദെൻ ക്ലോസിംഗ് WIP വാല്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 400 യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ അതിൻ്റെ 50% ആണ് കംപ്ലീറ്റഡ് അല്ലേ. അപ്പോൾ 200 യൂണിറ്റ് ഇൻറ്റു 125 എന്ന് വേണം ചെയ്യാൻ. ആർ യു അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ്? സോ ഇഫ് യു ആർ മൾട്ടിപ്ലൈയിങ് ഇറ്റ് കംസ് ടു 25,000. ഓക്കെ, സോ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് 1 lakh വരുന്നുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 lakh വരുന്നുണ്ട്. സോ ദിസ് ഈസ് ഹൗ വി പ്രിപ്പയർ എ പ്രോസസ് അക്കൗണ്ട് വേർ വി ആർ ഹാവിങ് എ ക്ലോസിംഗ് WIP. ഓക്കെ, ഇത് വളരെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. ഇതിന് നമ്മൾ നോർമൽ ലോസോ അബ്നോർമൽ ലോസോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ്. ഓക്കെ, സോ വാട്ട് വി ഡിഡ് വാസ് വി ഹാഡ് ടു ഫൈൻഡ് സംതിങ് കോൾഡ് കോസ്റ്റ് പെർ ഈക്വലൻ്റ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഫോർമുല? വാട്ട് ഈസ് ദ ഫോർമുല ഐ അഡോപ്റ്റഡ് ഹിയർ? സോ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഈക്വലൻ്റ് യൂണിറ്റ്സ്. ഓക്കെ, ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് കിട്ടും. ജസ്റ്റ് മൾട്ടിപ്ലൈ ദാറ്റ് വാല്യൂ വിത്ത് ദ യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്, യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് WIP. അപ്പോൾ ക്ലോസിംഗ് WIP ശ്രദ്ധിക്കേണ്ടത് എന്താ? യൂണിറ്റ്സ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഇൻറ്റു 125. ദാറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് യു ഹാവ് ടു ഡു. ഓക്കെ, സോ ഇൻ ദാറ്റ് വേ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ പ്രോസസ്. ഓക്കെ, സോ ദിസ് ഈസ് എ സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസിംഗ് WIP വരുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ എന്താ നോർമൽ ലോസും അബ്നോർമൽ ലോസും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്ന കേസ് എടുക്കാം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനൊരു എക്സാമ്പിൾ നോക്കാം. സോ ഐ വാണ്ട് യു ടു പോസ് ദ വീഡിയോ ആൻഡ് കോപ്പി ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ജസ്റ്റ് പോസ് ദ വീഡിയോ ആൻഡ് കോപ്പി ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന എക്സാമ്പിളിൽ ക്ലോസിംഗ് WIP വരുന്നുണ്ട് ആൻഡ് ദർ ആർ സം ഡീറ്റെയിൽസ് ഓൾസോ അല്ലേ. അത് ഇൻപുട്സ് ഡ്യൂറിങ് ദ പീരീഡ് 1000 യൂണിറ്റ്സ് ഉണ്ട് ആൻഡ് ദേ ആർ ഗിവിംഗ് വാട്ട് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരീഡ് ഈസ് 1 lakh. ഓക്കെ, നോർമൽ ലോസ് ഇസ് കമ്മിങ് 10%. സ്ക്രാപ്പ് വാല്യൂ പെർ യൂണിറ്റ്, അത് നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്ഷനിൽ സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവും. ആ യൂണിറ്റ്സ് ലോസ്റ്റിന് നമുക്കൊരു സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവും. അത് 10 rupees പെർ യൂണിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത് 600 യൂണിറ്റ്സ് ആണ്. പിന്നെ
ഒരു 200 യൂണിറ്റ്സ് ഇപ്പോഴും ഈ പ്രോസസ്സിൽ തന്നെ കിടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 60% കംപ്ലീറ്റ് ഓൺലി. ഓക്കെ, പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് ദ റിക്വയർമെൻറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് വി വിൽ ബി പ്രിപ്പയറിംഗ് പ്രോസസ് അക്കൗണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഹിയർ ഫസ്റ്റ് ഫിൽ ദ ഡാറ്റ വിച്ച് ഈസ് അവൈലബിൾ. ഓക്കെ, ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് വി ആർ കോപ്പി പേസ്റ്റ്. ഓക്കെ, റൈറ്റ്. സോ അപ്പോൾ ഇവിടെ ഐ എം റൈറ്റിംഗ് ടു മെറ്റീരിയൽസ്. ഓക്കെ, റൈറ്റ്. സോ മെറ്റീരിയൽസ് ഇൻപുട്ട് വന്ന എത്രയായിരുന്നു, 1000 യൂണിറ്റ്സ് ഇൻപുട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ കോസ്റ്റ് ഈസ് ഓൾസോ ഗിവൺ 1 lakh. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ദേ ആർ ടെല്ലിങ് സംതിങ് അബൌട്ട് നോർമൽ ലോസ്. ഓക്കെ, അപ്പം നോർമൽ ലോസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇറ്റ് ഇസ് സംതിങ് ഗോയിങ് ഔട്ട് അല്ലേ, റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതണം. ഓക്കെ, സോ ബൈ നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഹൗ ടു ഫൈൻഡ് ഔട്ട് ദിസ് നോർമൽ ലോസ്, വെരി സിമ്പിൾ. ഇപ്പോൾ എത്രയാണോ നമ്മൾ യൂണിറ്റ്സ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് 1000 ആണ് അല്ലേ, അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര, 100 യൂണിറ്റ്സ് എന്തായിരിക്കും നമുക്ക് നോർമൽ ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ലീവ് ദാറ്റ് കോളം 0, അതായത് എമൗണ്ട് കോളത്തിൽ 0 എന്ന് ലീവ് ചെയ്താൽ മതി. ബട്ട് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് അവരെന്ത് ചെയ്യുന്നുണ്ടാവും, സ്ക്രാപ്പ് വാല്യൂ തരുന്നുണ്ടാവും. ഓക്കെ, സോ അവർ പറയുന്നുണ്ട് അല്ലേ, എന്താണ് സ്ക്രാപ്പ് വാല്യൂ, ഈ 100 യൂണിറ്റ്സിന് നമുക്ക് 10 rupees വെച്ച് കിട്ടും. ഓക്കെ, സോ വാട്ട് ഇസ് ദ വാല്യൂ, വിച്ച് മീൻസ് 1000 rupees നമുക്ക് എന്താ അവിടെ ഒരു ഇൻകം ഉണ്ട് അല്ലേ, റൈറ്റ്. ദാറ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ഫ്രം ദ കോസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ഇസ് ഗിവൺ. ദെൻ വാട്ട് ആർ ദ അതർ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് 600 യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഐ വിൽ ബി റൈറ്റിംഗ് പ്രോസസ് 2. ഓക്കെ, 600 യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ദെൻ ക്ലോസിംഗ് WIP 60% കംപ്ലീറ്റ് 200 യൂണിറ്റ്സ്. ഓക്കെ, സോ ബൈ ക്ലോസിംഗ് WIP 200 യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഓൺലി 60% ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാം. വാട്ട് ആൻഡ് ഓൾ ഇസ് ഗിവൺ. ഓക്കെ, ഇൻപുട്ട് വന്നിട്ട് നോർമൽ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, പിന്നെ പ്രോസസ്സിലോട്ട് എത്ര പോയി, ക്ലോസിംഗ് WIP എത്രയുണ്ട്. ഓക്കെ, ജസ്റ്റ് ഫിൽ ഇൻ ദ ഡാറ്റ വിച്ച് ഇസ് ഗിവൺ. ഓക്കെ, നൗ ജസ്റ്റ് ചെക്ക് വെദർ യൂണിറ്റ്സ് ഇസ് ടാലിങ്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കാം, ഇൻപുട്ട് 1000 യൂണിറ്റ്സ് വന്നിട്ടുണ്ട് അല്ലേ. ആഡ് ഓൾ ദോസ് തിങ്സ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, 100 + 600 + 200 900 യൂണിറ്റ്സേ ഉള്ളൂ അല്ലേ. അവിടെ ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ റീസൺ? സോ ദ റീസൺ ഈസ് അബ്നോർമൽ ലോസ്. ഓക്കെ, ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഒരു 100 യൂണിറ്റ്സ് അബ്നോർമൽ ലോസ് ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അബ്നോർമൽ ലോസ് പറയുന്നത് എന്താ, വിച്ച് ഈസ് സംതിങ് ബിയോണ്ട് അവർ കൺട്രോൾ. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ലോസാണ് എന്ത്, അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 100 യൂണിറ്റ്സ് നമ്മൾ നോർമൽ ലോസ് എക്സ്പെക്ട് ചെയ്തു, പക്ഷേ ബിയോണ്ട് ദാറ്റ് നമുക്കൊരു 100 യൂണിറ്റ്സ് കൂടെ ലൂസ് ആയിട്ടുണ്ട്. സോ അതിനെ പറയുന്നതാണ് abnormal loss എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ നൗ അവർ ടാസ്ക് ബിഫോർ അസ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ഈ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ എന്താണ്. ഓക്കെ, പ്രോസസ് 2ലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട വാല്യൂ എന്താണ്, അതേപോലെ തന്നെ ക്ലോസിംഗ് WIP വാല്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഓക്കെ, ഇത്രയും ടാസ്ക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, സോ വാട്ട് ഷുഡ് വി കാൽക്കുലേറ്റ്. സോ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് പെർ equivalent units we have to calculate. Okay, right. എന്തായിരുന്നു അതിൻ്റെ ഫോർമുല, കോസ്റ്റ് ഇൻകേർഡ്. ഓക്കെ, ഇവിടെ ഐ ആം ചേഞ്ചിങ് എ ലിറ്റിൽ ബിറ്റ്. കഴിഞ്ഞ അവിടെ നമ്മൾ കോസ്റ്റ് ഇൻകേർഡ് എന്ന് പറഞ്ഞു അല്ലേ, പക്ഷേ ഇവിടെ എന്താ, നോർമൽ ലോസ് നമ്മൾ സെല് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്ക്രാപ്പ് വാല്യൂം കൂടെ വരുന്നുണ്ട് അല്ലേ. ദാറ്റ് ഈസ് എ റിഡക്ഷൻ ഓഫ് കോസ്റ്റ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ഐ ആം ജസ്റ്റ് റൈറ്റിംഗ് NRV ഓഫ് നോർമൽ ലോസ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ആ നെറ്റ് കോസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഈക്വലൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? റൈറ്റ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ എന്താ, കോസ്റ്റ് ഇൻകേർഡ് വേണം. കോസ്റ്റ് ഇൻകേർഡ് എന്താണ്, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്, 1 lakh ആണ്. ഓക്കെ, NRV ഓഫ് നോർമൽ ലോസ് യൂണിറ്റ്സ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ, 1000 rupees ആണ്. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഇസ് ദ ന്യൂമറേറ്റർ. വാട്ട് ഇസ് ദ കോസ്റ്റ് ഇൻകേർഡ് മൈനസ് എത്ര സ്ക്രാപ്പ് വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ 99,000 വിൽ ബി ദ ന്യൂമറേറ്റർ. ഓക്കെ, നൗ ദ ഡിനോമിനേറ്റർ, നമ്പർ ഓഫ് ഈക്വലൻറ്റ് യൂണിറ്റ്സ്. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദാറ്റ്, നമ്പർ ഓഫ് ഈക്വലൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് ഹൗ മച്ച് ഈസ് ദ നോർമൽ ഈക്വലൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലി നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ആയത് 600 യൂണിറ്റ്സ് ആണ് അല്ലേ, റൈറ്റ്. സോ അതെന്തായാലും 100% കംപ്ലീറ്റ് ആണ്, അതിൽ ഡൗട്ടില്ല. ഓക്കെ, പിന്നെ അബ്നോർമൽ ലോസ് ആയിട്ട് ഒരു 100 പോയിട്ടുണ്ട്, അത് നമ്മൾ എന്തായിരിക്കും 100% കംപ്ലീറ്റഡ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്.
ബട്ട് ചില ക്വസ്റ്റ്യനിൽ എന്താ അബ്നോർമൽ ലോസ് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഡിഫറൻസ് പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഈസ് 100% കംപ്ലീറ്റ്. ഓക്കെ, സോ ഇവിടെ 100 + 600 ഡെഫിനറ്റ്ലി വി ഹാവ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. ഓക്കെ, ക്ലോസിംഗ് WIP അവിടെ എന്ത് ചെയ്യണം, 200 യൂണിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും എന്താ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എടുക്കണം. ഓക്കെ, സോ വിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഈക്വലൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, so transfer to next process. So I am just writing units, percentage of completion and equivalent units. Okay, this format you can use for finding the equivalent units. Okay, so transfer to next process 600 ആണ്. അതെന്താ 100% കഴിഞ്ഞു. അപ്പോൾ അതെന്താ ഈക്വലൻറ്റ് യൂണിറ്റ്സ് 100 തന്നെയാണ്. ഓക്കെ, സോ ഇത്രയും യൂണിറ്റ്സ് നമ്മൾ ഇക്വലം പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, നൗ അബ്നോർമൽ ലോസും നമ്മൾ എന്താണ് ഇക്വലം പ്രൊഡ്യൂസ് ചെയ്തതാണ് അല്ലേ. സോ അവിടെ 100 യൂണിറ്റ്സ് ഉണ്ട്. ഐ എം ടേക്കിംഗ് ഇറ്റ് 100. ക്വസ്റ്റനിൽ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ 100 തന്നെ എടുക്കും. അത് കംപ്ലീറ്റ് ആയത് യൂണിറ്റ്സ് ആണ് നമ്മൾ ലൂസ് ആവുന്നത് എന്നുള്ള അസംഷൻ. ഓക്കെ, സോ ഐ എം ടേക്കിംഗ് 100 ഹിയർ. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദ ക്ലോസിംഗ് WIP? ക്ലോസിംഗ് WIP 200 യൂണിറ്റ് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് അല്ലേ, റൈറ്റ്. പക്ഷേ അതിൻ്റെ 60% കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് 200 എടുക്കാൻ പറ്റില്ല, റൈറ്റ്. ഐ ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഈക്വലൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, സോ 200 യൂണിറ്റ്സ് വരുന്നുണ്ട്. 60% ആണ് കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ എത്ര 120 ആയിരിക്കും ക്ലോസിംഗ് WIPയിലുള്ള ഈക്വലൻറ്റ് യൂണിറ്റ്സ്. ആർ യു ഗെറ്റിംഗ്? സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഈക്വലൻറ്റ് യൂണിറ്റ്സ്? യു വിൽ ബി ഗെറ്റിംഗ് 820. ഹോപ്പ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ വി ആർ കാൽക്കുലേറ്റിംഗ് ഈക്വലൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, സോ ഐ വിൽ ജസ്റ്റ് റിപ്പീറ്റ്. അപ്പോൾ നമുക്ക് വേണ്ട ഇത്തവണ നമ്മൾ മാനുഫാക്ചർ ചെയ്ത യൂണിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത 600 യൂണിറ്റ്സ് എന്തായാലും നമ്മൾ ഇക്വലം പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഓക്കെ, അതേപോലെ അബ്നോർമൽ ലോസും എന്താ ഇക്വലം പ്രൊഡ്യൂസ് ചെയ്തതാണ് 100 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടിലും പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ 100 എടുത്തു. ഓക്കെ, അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഈസ് ഫുള്ളി കംപ്ലീറ്റഡ് അബ്നോർമൽ ലോസ്. ദെൻ ക്ലോസിംഗ് WIP എന്താ 200 യൂണിറ്റ്സ് ഉണ്ടെങ്കിലും എന്താ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ 60 ആണ്. സോ ഐ എം ടേക്കിംഗ് ഓൺലി 120. ഓക്കെ, സോ വാട്ട് ഇസ് ദ ടോട്ടൽ 820 ഈക്വലൻറ്റ് യൂണിറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, റൈറ്റ്. സോ how to calculate the cost per equivalent unit? So അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ വരേണ്ട എത്രയാണ് 820 യൂണിറ്റ്സ് ആണ്. ഓക്കെ, റൈറ്റ്. സോ വാട്ട് ഇസ് ദ കോസ്റ്റ്? അപ്പോൾ ന്യൂമറേറ്റർ 99,000 ആണ്, ഡിനോമിനേറ്റർ 820 ആണ്. സോ വാട്ട് ഇസ് ദ വാല്യൂ? യു ക്യാൻ കാൽക്കുലേറ്റ്. സോ 120.73 rupees per unit. Okay, that is the value of cost per equivalent unit. Are you able to understand? Okay, സോ നമ്മൾ ഇതായിരിക്കും എന്താ ഓരോന്നിനും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന റേറ്റ്. ഓക്കെ, റൈറ്റ്. നൗ ദ ടാസ്ക് ഈസ് വെരി സിമ്പിൾ. അബ്നോർമൽ ലോസ് നമുക്ക് 100 ഉണ്ടായിരുന്നു അല്ലേ, 100 ഉണ്ടായിരുന്നു. സോ 100 യൂണിറ്റ്സ് ഇൻറ്റു വാട്ട് ഇസ് ദ വാല്യൂ ഐ എം ഗോയിങ് ടു അപ്ലൈ? 120.73. ഓക്കെ, റൈറ്റ്. സോ ഇറ്റ് കംസ് ടു 12,073. ഓക്കെ, നൗ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത അത് 600 യൂണിറ്റ് ഉണ്ട് അല്ലേ. സോ 600 യൂണിറ്റ്സ് ഉണ്ട്. ഐ എം അപ്ലൈയിങ് ദ സെയിം റേറ്റ് കോസ്റ്റ് ഓഫ് equivalent unit. Okay, 120. So it is coming to 72,439. Okay, now closing WIP അത് നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. നമുക്ക് can we do 200 into 120 like that? We cannot do, right? 200 പറയുന്ന ടോട്ടൽ യൂണിറ്റ്സ് ആണ്, അതിനെ ഈക്വലൻറ്റ് യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് ഇസ് 60%. ഓക്കെ, ഇൻറ്റു യു ഷുഡ് മൾട്ടിപ്ലൈ ദിസ് 120.73. ഓക്കെ, ഓൾവേസ് ബി കെയർഫുൾ വെൻ യു ആർ ഡൂയിങ് ദ ക്ലോസിംഗ് WIP. ഓക്കെ, സോ അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആഡ് ഓൾ ദ ഐറ്റംസ്. 1000 പ്ലസ് 12,073 പ്ലസ് 72,439 പ്ലസ് 14,488. ഓക്കെ, സോ അത് ആഡ് ചെയ്യുമ്പോൾ ഹൗ മച്ച് യു ആർ ഗെറ്റിംഗ്? 1 lakh you should be getting. Okay, so that tallies the process account. So this is how we prepare process account when we are having only closing WIP. Okay, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ട് എവർ കോസ്റ്റ് ഇൻകേർഡ് വാസ് ഡ്യൂറിങ് ദ കറണ്ട് പീരീഡ് ഓൺലി, റൈറ്റ്. പിന്നെ നമ്മൾ ഈക്വലൻറ്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തതും കറണ്ട് പീരീഡിനുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ഒരു പർട്ടിക്കുലർ റേറ്റ് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് ദ കോസ്റ്റ് പെർ ഈക്വലൻറ്റ് യൂണിറ്റ്. സോ ദിസ് ഇസ് ഹൗ വി പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട് വെൻ വി ആർ ഹാവിങ് ക്ലോസിംഗ് WIP. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഓപ്പണിംഗ് WIP വരികയാണെങ്കിൽ ഓക്കെ, ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വി ആർ ഗോയിങ് ടു സീ. ഓക്കെ, സോ അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് WIP നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചുകൂടെ സിമ്പിളായിരുന്നു. എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാട്ട് എവർ കോസ്റ്റ് ഇസ് ഇൻകേർഡ് ഇസ് ഡ്യൂറിങ് ദി കറണ്ട് ഇയർ ഓൺലി. ഓക്കെ, ഈ 1 lakh കോസ്റ്റ് ഇൻകർ ആയിരിക്കുന്ന കറണ്ട് ഇയറിലാണ്.
അപ്പോൾ ഈ കറണ്ട് ഇയറിലെ കോസ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ 1 lakh മൈനസ് 1000 സ്ക്രാപ്പ് വാല്യൂ 99,000 എടുത്തത്. പിന്നെ ഈ 820 യൂണിറ്റ്സും എന്താണ്, ഈക്വലൻ്റ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് ആണ് അല്ലേ, റൈറ്റ്. അപ്പോൾ ഈ 120.73 പറയുന്നത് എന്താ, ഈ ഒരു പർട്ടിക്കുലർ ഇയറിലെ കോസ്റ്റ് ആണ് 120.73 പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് WIP ആയാലും അബ്നോർമൽ ലോസ് ആയാലും എവറിത്തിങ്, റൈറ്റ്, വി കാൽക്കുലേറ്റ് യൂസിങ് ദിസ് റേറ്റ്. ഓക്കെ, സോ അപ്പോൾ അവിടെ നമുക്ക് ചാലഞ്ച് വരുന്നില്ല. പക്ഷേ ഓപ്പണിംഗ് WIP എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ലാസ്റ്റ് ഇയറിലെ കുറച്ച് അൺഫിനിഷ്ഡ് ഗുഡ്സ് ഈ കൊല്ലത്തോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ ഈ കൊല്ലമായിരിക്കും നമ്മൾ അതിൻ്റെ ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഗുഡ്സിൻ്റെ എന്തോ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുഡ്സിന് ലാസ്റ്റ് ഇയറിൽ നമുക്ക് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ, ലാസ്റ്റ് ഇയറിൽ കുറച്ച് മെറ്റീരിയൽ, ലേബറോ ഓവർ ഹെഡ്സോ അതിന് ഇൻകർ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഈ കൊല്ലം നമ്മൾ ബാലൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൊല്ലത്തെ കോസ്റ്റ് ആയിരിക്കില്ല കഴിഞ്ഞ കൊല്ലത്തെ കോസ്റ്റ് അല്ലേ, റൈറ്റ്. സോ അവിടെ ഒരു എന്താ 2 കോസ്റ്റ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. അങ്ങനെയുള്ള ഇഷ്യൂസാണ് നമുക്ക് എന്ത് ഓപ്പണിംഗ് WIP കൂടെ വരുമ്പോൾ നോക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ഐ വിൽ ടേക്ക് വൺ എക്സാമ്പിൾ ഹിയർ. സോ ഇഫ് ദ ക്വസ്റ്റ്യൻ ഹാസ് ബോത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് WIP. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് ഇതായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഐ വാണ്ട് യു ടു ജസ്റ്റ് കോപ്പി ദിസ് example in your notebook. Just pause the video and copy the question in your notebook. Okay, right. So ഇവിടെ നമ്മൾ again ഇവിടെ നിങ്ങൾക്ക് കാണാം 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഒന്ന് FIFO മെത്തേഡ് ആവാം, ഒന്ന് വെയ്റ്റഡ് ആവറേജ് ആവാം. ഓക്കെ, സോ FIFO മെത്തേഡ് നമ്മൾ ഇതെല്ലാം എവിടെ പഠിച്ചിട്ടുണ്ട്, ഫൗണ്ടേഷനിലൊക്കെ പഠിച്ച് കാണും അല്ലേ. FIFO മെത്തേഡ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൻ്റെ അസംഷൻ എന്താണ്, ഇപ്പോൾ ലാസ്റ്റ് ഇയറിന്ന് ഓപ്പണിംഗ് WIP നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്കൊല്ലം യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ എവിടെ നിന്നായിരിക്കും എടുക്കുന്നത്, ഓപ്പണിംഗ് WIP എന്നായിരിക്കും എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ബാലൻസ് ഗുഡ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൊല്ലത്തെ എടുക്കുന്നത്. ഓക്കെ, റൈറ്റ്, ദാറ്റ് ഇസ് ദ അസംഷൻ ഇൻ FIFO. ഓക്കെ, ദെൻ വി ഹാവ് വെയ്റ്റഡ് ആവറേജ് ഓൾസോ. ഓക്കെ, വെയ്റ്റഡ് ആവറേജിൽ നമ്മൾ എന്താ ഇതുവരെയുള്ള ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരു കാൽക്കുലേഷൻ ചെയ്യും, ആൻഡ് വി വിൽ ബി അലോക്കേറ്റിംഗ് ദാറ്റ് കോസ്റ്റ് ടു ഈച്ച് യൂണിറ്റ്സ്. ഓക്കെ, സോ ഈ ഒരു 2 മെത്തേഡാണ് നമുക്ക് എക്സാമിന് മോസ്റ്റ്ലി ചോദിക്കുന്നത്. ഓക്കെ, ലിഫോ മോസ്റ്റ്ലി ചോദിക്കില്ല, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് വോണ്ട് ബി ആസ്ഡ്. ഓക്കെ, റൈറ്റ്. സോ ഇവിടെ നമുക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്പണിംഗ് WIP അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, റൈറ്റ്. സോ ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ വാട്ട് ആൻഡ് ഓൾ ഡാറ്റ ഇസ് ഗിവൺ, അത് നമ്മൾ ഫസ്റ്റ് ഫിൽ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ യൂണിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം, എന്തെങ്കിലും അബ്നോർമൽ ലോസോ ഗെയിനോ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. Then we will fill the amounts. Okay, what and all amounts is given. Then we will find out what is closing WIP, what is abnormal loss, what is units transferred to next process. Okay, right. So let's fill in the details. So ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഫസ്റ്റ് they are bringing 100 units from last year. Okay, right. So I am just writing something called opening WIP. Okay, right. 100 units they have bought. Okay, and they are giving one information also. 50% വാസ് കംപ്ലീറ്റഡ്, അതായത് ലാസ്റ്റ് ഇയറിൽ നമ്മൾ 50% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് എത്ര, ഇപ്പോൾ 50% ഈ ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. ആൻഡ് ദ കോസ്റ്റ് ഓൾസോ ഈസ് ഗിവൺ. ഓക്കെ, ലാസ്റ്റ് ഇയറിൽ ആ ഒരു പർട്ടിക്കുലർ 100 യൂണിറ്റ്സിന് നമ്മൾ ചിലവാക്കിയ കോസ്റ്റാണ് ഈ 1000 എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്, ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ. ദെൻ വാട്ട് എൽസ് ഈസ് ഗിവൺ, ദെൻ ഇൻപുട്ട്സ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ദിസ് പീരീഡ് കറണ്ട് പീരീഡിൽ നമ്മൾ എത്ര ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ ജസ്റ്റ് റൈറ്റ് ആസ് മെറ്റീരിയൽ. ഓക്കെ, 900 യൂണിറ്റ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് അതിൻ്റെ കോസ്റ്റും ക്വസ്റ്റനിൽ ഗിവൺ ആണ്, ദാറ്റ് ഈസ് 84,000. ആർ യു അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ്? സോ ദീസ് ആർ ദ ഡീറ്റെയിൽസ് ഗിവൺ. ദെൻ നെക്സ്റ്റ് അവർ പറയുന്നത് എന്താ, നോർമൽ ലോസ് ഉണ്ടെന്ന് പറയണ്ടല്ലേ, ആൻഡ് ഓപ്പണിംഗ് പ്ലസ് ഇൻപുട്ടിൻ്റെ 10% എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ലാസ്റ്റ് ഇയറിൽ 100 വന്നു, ഇക്കൊല്ലം നമ്മൾ 900 ആഡ് ചെയ്തു, അതിൻ്റെ ടോട്ടൽ 1000 യൂണിറ്റ്സിനാണ് നമ്മൾ നോർമൽ ലോസ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, യു ഹാവ് ടു ബി കെയർഫുൾ ഇൻ ദിസ് ഏരിയ. സം ക്വസ്റ്റ്യൻസ് എന്താ ഫ്രഷ് ഇൻപുട്ടിന് മാത്രം നോർമൽ ലോസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഫ്രഷ് ഇൻപുട്ടിൻ്റെ കേസ് മാത്രമാണെങ്കിൽ നമ്മൾ ഈ 900% എടുത്താൽ മതി. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എന്താ ഓപ്പണിംഗ് പ്ലസ് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് വി ആർ ഹാവിങ് നോർമൽ ലോസ്. ഓക്കെ, റൈറ്റ്. സോ നെക്സ്റ്റ് അവർ പ്രൊസീജിയർ വിൽ ബി ടു റൈറ്റ് നോർമൽ ലോസ്. റൈറ്റ്, ഇറ്റ് ഈസ് സംതിങ് ഗോയിങ് ഔട്ട്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് എഴുതാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എത്ര യൂണിറ്റ്സ് ആയിരിക്കും, അപ്പോൾ 100 ഇൻട്രൊഡ്യൂസ് ചെയ്തു ലാസ്റ്റ് ഇയറിൽ അല്ലേ, ഇത്തവണ നമ്മൾ 900 ഇൻട്രൊഡ്യൂസ് ചെയ്തു, അപ്പോൾ ടോട്ടൽ 1000 യൂണിറ്റ്സ് അവിടെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്, അതിൻ്റെ 10% ആണ് വരിക. അപ്പോൾ സോ ഹൗ മച്ച്, 100 യൂണിറ്റ്സ് വിൽ ബി അവർ
normal loss. Okay. Next question you should ask whether any scrap value is there. Scrap value ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ amount column 0 ആയിരിക്കും. Scrap value ഉണ്ടെങ്കിൽ we will be multiplying that. Okay. അപ്പോൾ 100 units നമുക്കുണ്ട്. What is the scrap value given in the question? It is 10 rupees. Okay. Right. So scrap value 1000 ആണ്. Right. So this is how we fill the normal loss. Okay. Right. Then we will fill balance details. Then output transfer to next process. Okay. So ഞാൻ by process 2 എന്ന് എഴുതുകയാണ്. ഓക്കെ, 650 യൂണിറ്റ്സ് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ദെൻ ദേ ടെല്ലിങ് ക്ലോസിംഗ് WIP 150 യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദേ ആർ ഗിവിങ് വൺ ഇൻഫർമേഷൻ ഓൾസോ ദാറ്റ് ഇസ് 60% complete. Okay, are you getting right? So now we will see whether this is tally. First units tally ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ 100 + 900 1000 ഉണ്ട്. ഇവിടെ 100 + 650 + 150 900 ഉള്ളൂ അല്ലേ, റൈറ്റ്? അപ്പോൾ അവിടെ എന്തായിരിക്കാം റീസൺ? വാട്ട് ഈസ് ദ റീസൺ ഓഫ് ഡിഫറൻസ്? അപ്പോൾ എന്തായിരിക്കാം? ഇറ്റ് വിൽ ബി അബ്നോർമൽ ലോസ്. ഓക്കെ, സോ ഒരു 100 യൂണിറ്റ്സിൻ്റെ ഷോർട്ടേജ് അവിടെ ഉണ്ട്. അത് കൂടെ എഴുതുമ്പോൾ നമ്മളുടെ രണ്ട് സൈഡും ടാലി ആവുന്നുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് ദർ ഈസ് ആൻ അബ്നോർമൽ ലോസ് ഓഫ് 100 യൂണിറ്റ്സ്. ഓക്കെ, നൗ അവർ ടാസ്ക്, ഫൈനൽ ടാസ്ക് എന്താണ്? അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ അറിയണം, നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത ഗുഡ്സിൻ്റെ വാല്യൂ അറിയണം, അതേപോലെ തന്നെ ക്ലോസിംഗ് WIP അറിയണം. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഓക്കെ, ഈ 3 ഐറ്റം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ് അക്കൗണ്ട് ടാലി ചെയ്യാം. ഓക്കെ, നൗ സോ എഗെയിൻ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ എങ്ങനെ ചെയ്തിരുന്നത്? നമുക്ക് കോസ്റ്റ് പെർ ഈക്വലൻ്റ് യൂണിറ്റ് വേണം അല്ലേ? ദാറ്റ് ഈസ് അവർ ഒബ്ജക്റ്റീവ്, റൈറ്റ്? ഈ കോസ്റ്റ് പെർ ഈക്വലൻ്റ് യൂണിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അബ്നോർമൽ ലോസ് വാല്യൂ ചെയ്യാം, പ്രോസസ് 2 എത്ര ട്രാൻസ്ഫർ ചെയ്തു, അതേപോലെ ക്ലോസിംഗ് WIP ട്രാൻസ്ഫർ ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാം. ഓക്കെ, റൈറ്റ്. സോ ലിസൺ. സോ അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് ഫോളോ ചെയ്യുന്ന FIFO മെത്തേഡാണ്. ഓക്കെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ കോസ്റ്റ് ഇൻകേർഡ് ഒരു ചെറിയ ചേഞ്ച് അവിടെ ചെയ്യുന്നുണ്ട്, കറണ്ട് പീരീഡ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ കറണ്ട് പീരീഡ്. ഓക്കെ, മൈനസ് NRV ഓഫ് സ്ക്രാപ്പ്, അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ NRV ഓഫ് സ്ക്രാപ്പ് മൈനസ് ചെയ്യാം. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ് ചെയ്യണം അല്ലേ? സോ നമ്പർ ഓഫ് ഈക്വലൻ്റ് യൂണിറ്റ്സ് അതും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, കറണ്ട് പീരീഡ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ നമ്മൾ ചെയ്യുന്നത്? റൈറ്റ്, സോ വി ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ പീരീഡ്. ഓക്കെ, കാരണം എന്താ? ഇക്കൊല്ലം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഈ 650 യൂണിറ്റ്സ് എന്ന് പറയുന്നതിൽ ഓപ്പണിങ്ങിൻ്റെ ഉണ്ടാവുക അല്ലേ, റൈറ്റ്? ഓപ്പണിങ്ങിൽ അവർ കുറച്ച് പൈസ ചിലവാക്കിയിട്ടുണ്ട്, 1000 rupees ചിലവാക്കിയിട്ടുണ്ട്, റൈറ്റ്? ബട്ട് ഇക്കൊല്ലം നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്താണ് കോസ്റ്റ് അത് നമുക്കറിയണം. ഓക്കെ, എന്നാലേ നമുക്ക് ആ ബൈഫർക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? 100 യൂണിറ്റ്സ് ലാസ്റ്റ് ഇയർന്ന് വന്നു, റൈറ്റ്? ഇക്കൊല്ലം അതിൻ്റെ ബാലൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് യൂണിറ്റ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ടുമുണ്ട് അല്ലേ, റൈറ്റ്? അപ്പോൾ ഈ ടോട്ടൽ യൂണിറ്റ്സിൻ്റെ എന്താണ് വാല്യൂ എന്ന് അറിയണമെങ്കിൽ വി നീഡ് ടു നോ വാട്ട് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഓക്കെ, right? So that's why a small change in formula, right? Cost incurred in the current period minus NRV of scrap divided by number of equivalent units in the current period. Okay, ഈ 2 ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് പെർ ഈക്വലൻ്റ് യൂണിറ്റ് ആയി. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ഇറ്റ് അബ്നോർമൽ ലോസ്, പ്രോസസ്സും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, നൗ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ കറണ്ട് പീരീഡ്. ഓക്കെ, ഈ ഒരു പീരീഡിൽ ഉണ്ടായിരുന്ന കോസ്റ്റ് എന്താണ്? സോ ജസ്റ്റ് ചെക്ക് ദ പ്രോസസ്. ഈ 1000 അത് ഈ പീരീഡിലുള്ള ആണോ? ഓക്കെ, 1000 എന്താ ലാസ്റ്റ് ഇയറിൽ നമുക്ക് ഇൻകർ ചെയ്ത കോസ്റ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് വി ക്യാൻ ഇഗ്നോർ. ഓക്കെ, ദെൻ 84,000 വെദർ ദാറ്റ് ഈസ് ഇൻകർഡ് ഡ്യൂറിങ് ദ പീരീഡ്? യെസ്. ഓക്കെ, അത് ഇൻപുട്ട് മെറ്റീരിയൽസ് 900 ആഡ് ചെയ്തിട്ടുണ്ട്, 84,000 ഇൻകർ ആയിട്ടുണ്ടെന്നുള്ളത് ക്വസ്റ്റനിൽ ഗിവൺ ആണ്. ഓക്കെ, സോ 84,000 ഈസ് ഇൻകർഡ് ഡ്യൂറിങ് ദ പീരീഡ്. ഓക്കെ, എനിത്തിങ് ടു ബി റെഡ്യൂസ്ഡ്? യെസ്, വി ഹാവ് ടു റെഡ്യൂസ് ദ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്. ഓക്കെ, റൈറ്റ്. സോ how the calculation will be? 84,000 ഈ കൊല്ലം അല്ലെങ്കിൽ ഈ ഒരു പീരീഡ് ഇൻകർ ആയിട്ടുണ്ട്, മൈനസ് 1000 rupees സ്ക്രാപ്പ് വാല്യൂയും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ 83,000 ആണ് ഈ ഒരു പർട്ടിക്കുലർ പീരീഡിന് നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റ്. ഓക്കെ, റൈറ്റ്. നൗ ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റ് വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഈക്വലൻ്റ് യൂണിറ്റ്സ് ഇൻ ദ കറണ്ട് പീരീഡ്. സോ കാൽക്കുലേഷൻ ഓഫ്
number of equivalent units. കാരണം ഞാൻ കമ്പയർ ചെയ്യുന്ന കോസ്റ്റ് ഈക്വലത്തെ കോസ്റ്റാണ്, അല്ലെങ്കിൽ ഈ ഒരു പീരീഡിൻ്റെ കോസ്റ്റാണ് അല്ലേ. സോ അതിനെ മാച്ച് ചെയ്യുന്ന ഈക്വലൻറ്റ് യൂണിറ്റ്സ് ആണ് എനിക്ക് വേണ്ടത്. സോ വാട്ട് ഇസ് ദ യൂണിറ്റ്സ് ദാറ്റ് ഇസ് മാനുഫാക്ചർഡ് ഇൻ ദിസ് ഇയർ, റൈറ്റ്? സോ ലിസൺ. സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, വൺ തിങ്, ഓപ്പണിംഗ് WIP. ഓക്കെ, സോ ഓപ്പണിംഗ് WIP കഴിഞ്ഞ തവണ 100 യൂണിറ്റ്സ് നമ്മൾ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട് അല്ലേ, റൈറ്റ്? അപ്പോൾ ലാസ്റ്റ് ഇയറിൽ 50% കംപ്ലീറ്റഡ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ എന്താ ഫിഫോ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഫസ്റ്റ് എന്താ ഈ ഓപ്പണിംഗ് WIPനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നതായിരിക്കണം ഫസ്റ്റ് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ 100 യൂണിറ്റ്സിനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വി മൈറ്റ് ഹാവ് കൺവേർട്ടഡ്, റൈറ്റ്? So balance 50% we might have converted in this year. Are you understanding? Right? So opening WIP, I am just again writing units, then percentage of completion, okay, and finally equivalent units. Okay, so opening WIP 100 units they are telling, okay, right? പക്ഷെ അതിൻ്റെ എന്താ ഇക്കൊല്ലം നടന്ന കംപ്ലീഷൻ എന്താണ്? That is 50% only. That is the balance 50% completed this year. Okay, which means ഇക്കൊല്ലം നമ്മൾ മാനുഫാക്ചർ ചെയ്ത് ഈക്വലൻ യൂണിറ്റ്സ് എത്ര ആയിരിക്കും? 50 ആയിരിക്കും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ദിസ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് യു ഹാവ് ടു ഡു. ഓക്കെ, ലാസ്റ്റ് ഇയറിൻ്റെ സ്റ്റോക്കിൽ നിന്ന് എത്ര ഇക്കൊല്ലം വന്നു, ഓക്കെ, അതിൻ്റെ ബാലൻസ് വർക്ക് നമ്മൾ എത്ര ചെയ്തു? അപ്പോൾ 60% ആണ് ലാസ്റ്റ് ചെയ്തെങ്കിൽ ഇത്തവണ നമ്മൾ എടുക്കേണ്ട 40% ആണ്. ഓക്കെ, റൈറ്റ്? സോ ദാറ്റ് ഈസ് ഓപ്പണിംഗ് WIP. ഓക്കെ, നൗ നെക്സ്റ്റ് ഗുഡ്സ് ട്രാൻസ്ഫേർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ടോട്ടൽ 650 യൂണിറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. 650 യൂണിറ്റ്സ് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോയിട്ടുണ്ട്. അത് ഇക്കൊല്ലം നമ്മൾ ചെയ്തതാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, 650ൽ 100 വന്നിട്ട് എന്താ ഓപ്പണിങ്ങിൻ്റെ ആണ്, റൈറ്റ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യാം, ഈ 650ലുള്ളത് ഫസ്റ്റ് ഓപ്പണിങ്ങിലുള്ളതായിരിക്കും. അപ്പോൾ ഓപ്പണിങ്ങിലുള്ള ഈക്വലൻ യൂണിറ്റ്സ് ഞാൻ ഓൾറെഡി എടുത്തു അല്ലേ, 100ൻ്റെ 50% എടുത്തു, 50 യൂണിറ്റ്സ് ഈക്വലൻ യൂണിറ്റ്സ് ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓൾറെഡി കൺസിഡർ ചെയ്തു. വിച്ച് മീൻസ് അപ്പോൾ 650ൽ 100 പോയി കഴിഞ്ഞാൽ ബാക്കി 550 ആണ് എന്ത് ഇത്തവണ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത്. ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, യൂണിറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് കംപ്ലീറ്റഡ് വിൽ ബി ഹൗ മച്ച് യൂണിറ്റ്സ്? 550 യൂണിറ്റ്സ്. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, 650 യൂണിറ്റ്സ് ഞാൻ മൊത്തം ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, പക്ഷേ അതിലെ 100 യൂണിറ്റ്സിൻ്റെ ബാലൻസ് വർക്ക് മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ഈക്വലൻ യൂണിറ്റ്സ് 50 യൂണിറ്റ്സ് എടുത്തു. പക്ഷേ ഈ 550 യൂണിറ്റ്സ് പറഞ്ഞാൽ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇക്കൊല്ലമാണ്, കംപ്ലീറ്റ് ചെയ്തതും ഇക്കൊല്ലമാണ്. ഓക്കെ, വിച്ച് മീൻസ് അവിടെ 100% ഓഫ് കംപ്ലീഷൻ എടുക്കണം. ഓക്കെ, റൈറ്റ്? വിച്ച് മീൻസ് 550 ആയിരിക്കും യൂണിറ്റ്സ് ട്രാൻസ്ഫറിന് റിലേറ്റീവുള്ള ഈക്വലൻ യൂണിറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് അബ്നോർമൽ ലോസ്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ അബ്നോർമൽ ലോസും നമ്മളെന്താ ഇക്കൊല്ലം സ്റ്റാർട്ട് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, പക്ഷെ എന്താ നമ്മൾ ഫൈനലി അത് സ്ക്രാപ്പ് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ എന്താ നമ്മുടെ യൂണിറ്റ്സിലോട്ട് അതും വരണം. ഓക്കെ, സോ അബ്നോർമൽ ലോസ് എത്രയാണ്? 100 ആണ്. പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് 100. ഓക്കെ, ഈക്വലൻ യൂണിറ്റ്സ് വിൽ ബി 100. ഓക്കെ, നൗ ഇത് മാത്രമാണോ പ്രൊഡ്യൂസ് ചെയ്തത്? അല്ല. എന്താ നമുക്ക് കുറച്ച് ക്ലോസിംഗ് WIP ഉണ്ട്. ഓക്കെ, ക്ലോസിംഗ് WIP ക്വസ്റ്റിൻ്റെ തന്നിരിക്കുന്നത് 150 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ആർ യു ഗെറ്റിംഗ്? പക്ഷേ അതിൻ്റെ എത്രയാണ് നമ്മൾ ഇക്കൊല്ലം ചെയ്തത്? 60 ആണ്, 60% ആണ്. സോ 150 × 60/100, how much? 90, right? So our total equivalent units will be 790. Okay, hope you are understanding. This is an important calculation you have to do. Okay, FIFO you have to be a bit careful. Okay, because some extra calculations are being done. Okay, weighted average വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. പക്ഷേ ഫിഫോൻ്റെ കേസിൽ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, റൈറ്റ്? അപ്പോൾ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ് ഹൗ ഐ എം അറൈവിങ് ദി 790. അതായത് ഇക്കൊല്ലത്തെ ഈക്വലൻ യൂണിറ്റ്സ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, റൈറ്റ്? ബിക്കോസ് ഐ എം കമ്പയറിങ് ദ കോസ്റ്റ് ഓഫ് ദിസ് ഇയർ വിത്ത് ദ കോസ്റ്റ് ഓഫ് or the number of equivalent units of this year. Okay, so opening WIP 100 units ഉണ്ട്, ലാസ്റ്റ് ടൈം 50 ചെയ്തു, this time I am going to do 50%. Okay, so I am taking 50. Okay, then നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ടോട്ടൽ യൂണിറ്റ്സ് ട്രാൻസ്ഫർ എത്രയാണ്? 650 യൂണിറ്റ്സ് ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്തത് അല്ലേ. അതിനെ ബൈഫർക്കേറ്റ് ചെയ്യാം. അപ്പോൾ 100 എന്തായിരുന്നു? അത് ലാസ്റ്റ് ഇയറിൻ്റെ സ്റ്റോക്കാണ്. 550 ആയിരിക്കും ഞാൻ ഇത്തവണ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. ആർ യു ഗെറ്റിംഗ്? സോ 550 I started and completed. അപ്പോൾ അതിൻ്റെ 100% ആണ്. ഞാൻ 550യും ഈ കൊല്ലം മാനുഫാക്ചർ ചെയ്തതാണ്. ഓക്കെ, റൈറ്റ്?
Then abnormal loss. ഇത് നമ്മൾ മാനുഫാക്ചർ ചെയ്താണ്, പക്ഷെ നമ്മൾ സ്ക്രാപ്പ് ചെയ്യേണ്ടി വന്നു. Abnormal loss can be due to fire, due to theft or anything. Okay, right? But it is manufactured. So അതിൻ്റെ 100% എടുക്കുന്നു, 100. ആൻഡ് ഫൈനലി ക്ലോസിംഗ് WIP 150 യൂണിറ്റ്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ 60% വർക്ക് നമ്മൾ ഇക്വലം ചെയ്തിട്ടുള്ളൂ അല്ലേ, റൈറ്റ്? സോ ദാറ്റ് ഇസ് 90. ഓക്കെ, സോ ടോട്ടൽ 790 ഷുഡ് ബി ദ equivalent units. Hope you are understanding. Okay, once you get that, നമ്മൾ ഡിനോമിനേറ്ററിൽ 790 എഴുതുക ആൻഡ് ഫൈൻഡ് ഔട്ട്. ഓക്കെ, സോ നമുക്ക് ന്യൂമറേറ്ററിൽ 83,000 ആണ്, ഡിവൈഡഡ് ബൈ 790 എന്ന് പറയുമ്പോൾ 105.06 ആണ് നമ്മുടെ കോസ്റ്റ് പെർ ഈക്വലൻ്റ് യൂണിറ്റ്. ഓക്കെ, റൈറ്റ്? സോ വൺസ് നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, right? One thing, abnormal loss. Okay, abnormal loss 100 units ആണ്. Now I can fill that column 100 into 105.06. Okay, so it is coming to 10,506. Okay, next process 2 അവിടെ നിൽക്കട്ടെ, നമുക്കതൊന്ന് ലാസ്റ്റ് ഫില്ല് ചെയ്യാം. One more thing we can fill, അത് ക്ലോസിംഗ് WIP. അതായത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 150 യൂണിറ്റ്സ് ഉണ്ട് അല്ലേ, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മൾട്ടിപ്ലൈ ചെയ്യണം 60%. അപ്പോൾ നമുക്ക് ആ 90 യൂണിറ്റ്സ് കിട്ടും. ഇൻറ്റു വാട്ട്? ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റേറ്റ് 105.06. ഓക്കെ, സോ ഇറ്റ് ഈസ് കമ്മിങ് ടു 9456. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റേറ്റ് കിട്ടിയ ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അബ്നോർമൽ ലോസ് ഇമീഡിയറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാം, ക്ലോസിംഗ് WIP ഇമീഡിയറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നൗ ദ ഫൈനൽ ടാസ്ക് ബിഫോർ അസ് ഈസ് പ്രോസസ് 2 ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റ്സിൻ്റെ വാല്യൂ. ഓക്കെ, റൈറ്റ്? സോ അത് ഞാൻ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കാരണം FIFO ആയതുകൊണ്ട് കുറച്ച് ലാസ്റ്റ് ഇയറിന് ഉണ്ടാവും, പിന്നെ ദിസ് ഇയറിന് ഉണ്ടാവും. അതിൻ്റെ സം ആയിരിക്കണം വാട്ട് ഈസ് ദ യൂണിറ്റ്സ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്. ഓക്കെ, സോ ഐ എം റൈറ്റിംഗ് എ വർക്കിംഗ് നോട്ട് ഹിയർ. കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ്, ദാറ്റ് ഇസ് പ്രോസസ് 2. ഓക്കെ, സോ ലിസൺ. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ 650 യൂണിറ്റ്സിൽ നമ്മൾ പറഞ്ഞു 100 യൂണിറ്റ്സ് ലാസ്റ്റ് ഇയറിന് വന്നതാണ് അല്ലേ, റൈറ്റ്? സോ അതിൻ്റെ കോസ്റ്റ് എന്തായാലും നമ്മൾ ആഡ് ചെയ്തേ പറ്റും. ഓക്കെ, റൈറ്റ്? സോ ഓപ്പണിംഗ് WIP കംപ്ലീറ്റഡ് ഇൻ പ്രീവിയസ് ഇയർ, ഐ എം ജസ്റ്റ് മെൻഷനിങ് പ്രീവിയസ് ഇയർ, അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ഓക്കെ, ലാസ്റ്റ് ഇയറിന് നമുക്ക് വന്ന വാല്യൂ എത്രയായിരുന്നു? 1000 റുപ്പീസാണ്. 50% കംപ്ലീറ്റ് ചെയ്തവർ 1000 റുപ്പീസാണ് അതിൻ്റെ കോസ്റ്റ് വന്നത്. ഓക്കെ, ദാറ്റ് ഐ ഹാവ് ടു ഇൻക്ലൂഡ് ഹിയർ അല്ലേ. ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റ്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ അതിൽ 100ൻ്റെ ഒരു 50% വർക്ക് ലാസ്റ്റ് ഇയർ ചെയ്തിട്ടുണ്ട്, ആ കോസ്റ്റ് ഇവിടെ വരണമല്ലോ. ഓക്കെ, വി കനോട്ട് ടേക്ക് ആ 650നും നമുക്ക് ഒരു വാല്യൂ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് അല്ലേ, കാരണം ഒരു പർട്ടിക്കുലർ തിങ് ലാസ്റ്റ് ഇയറിൽ ഹാപ്പൻ ചെയ്തതാണ്. അപ്പോൾ വി ഹാവ് ടു ബ്രിങ് ദാറ്റ് ഹിയർ. നെക്സ്റ്റ് എന്താ, ഈ കൊല്ലത്തെ നമ്മൾ ചെയ്യണം. ഓക്കെ, നൗ ഓപ്പണിംഗ് WIP കംപ്ലീറ്റഡ് ഇൻ കറണ്ട് ഇയർ. ഓക്കെ, റൈറ്റ്? അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ എത്ര യൂണിറ്റ്സ് ആയിരുന്നു? ഓപ്പണിംഗ് WIP 100 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ 50% നമ്മൾ ഇത്തവണ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, നൗ ഇത്തവണ കംപ്ലീറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് എന്താണ്? എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? ഓക്കെ, സോ അതിനുള്ള ഉത്തരമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ, 105.06. ഓക്കെ, അത് ഇക്വല്ലം ആ ബാലൻസ് 50% കോസ്റ്റ് എത്ര വരണം എന്നുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 100 ഇൻറ്റു 50%, ഈക്വലൻ്റ് യൂണിറ്റ്സ് വിൽ ബി 50 അല്ലേ, ഇൻറ്റു 105.06 എന്ന് പറയുമ്പോൾ അതായിരിക്കാം ഓപ്പണിംഗ് WIP കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇക്വല്ലം വന്ന ചിലവ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? റൈറ്റ്? So 50 units is the equivalent units. Okay, I am multiplying with the 105.06. Okay, which means 5253. Okay, hope you are understanding the meaning. Okay, കാരണം ഓപ്പണിംഗ് WIP ഞാൻ സ്പ്ലിറ്റ് ചെയ്യണം. ലാസ്റ്റ് ഇയറിൽ എനിക്ക് ഇത്രേ വന്നുള്ളൂ. ഓക്കെ, 1000 ആണ്, കോസ്റ്റ് കുറവായിരിക്കാം. ഓക്കെ, പക്ഷെ ഇത്തവണ എനിക്ക് ബാലൻസ് 50% ചെയ്യാൻ കോസ്റ്റ് കൂടുതലാണ്. സംടൈംസ് എന്താ മെറ്റീരിയൽ ലേബർ കോസ്റ്റൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ ഈ കൊല്ലം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, സോ ബാലൻസ് 50% ചെയ്യാൻ എനിക്ക് ഇത്രയും വാല്യൂ വന്നു, 5253 വന്നു. ഓക്കെ, റൈറ്റ്? നൗ സോ നമ്മൾ ആ 650 യൂണിറ്റ്സിൻ്റെ ആ ഫസ്റ്റ് 100 യൂണിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, 100നെ ബൈഫർക്കേറ്റ് ചെയ്ത് 2 കോസ്റ്റ് ആക്കി. ലാസ്റ്റ് ഇയറിൻ്റെ കോസ്റ്റ് എത്ര, ഇത്തവണത്തെ കോസ്റ്റ് എത്ര? ഓക്കെ, നൗ നമുക്ക് ബാലൻസ് എത്രയാണ്? 550 യൂണിറ്റ്സ് ആണ് അല്ലേ, റൈറ്റ്? സോ യൂണിറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് കംപ്ലീറ്റഡ്, റൈറ്റ്? അപ്പോൾ 550 യൂണിറ്റ്സ് ആണ്. ഇവിടെ കാൽക്കുലേഷൻ സിമ്പിളാണ്.
ഇത്തവണ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത യൂണിറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഇത്തവണത്തെ കോസ്റ്റ് തന്നെയാണ് അല്ലേ, റൈറ്റ്? സോ ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് 105.06. സോ 550 ഇൻറ്റു 105.06 comes to 57,785. Okay, right? So what is the value of units transferred to next process? Just add it, 1000 plus 5253 plus 57,785, which means 64,038 ആണ് ടോട്ടൽ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത ഗുഡ്സിൻ്റെ വാല്യൂ. ഓക്കെ, ഹോപ്പ് യു ആർ ഗെറ്റിംഗ്. ജസ്റ്റ് post this amount in the process account. So process account lote ee value ezhuda and check whether it is tallying. Okay, so the total should be 85,000 right, because left hand side nokkanengil 1000 plus 84,000 85,000 and finally 85,000 here. Okay, hope you are understanding. So this is how we prepare process account when we are having opening WIP. അതേപോലെ തന്നെ മെത്തേഡ് FIFO ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹൗ വി ആർ പ്രിപ്പയറിംഗ് പ്രോസസ് അക്കൗണ്ട് വെൻ വി ആർ ഹാവിംഗ് ഓപ്പണിംഗ് WIP. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദിസ് കോസ്റ്റ് പെർ ഈക്വലൻറ്റ് യൂണിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് കറണ്ട് കോസ്റ്റും കറണ്ട് ഈക്വലൻറ്റ് യൂണിറ്റ്സും മാത്രം കമ്പയർ ചെയ്തിട്ട് what is the current cost of production for one unit? Okay, that is what we should calculate. Okay, right. അപ്പോൾ കോസ്റ്റ് ഇൻകേർഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തവണത്തെ കോസ്റ്റ് മാത്രം എടുക്കുക. എന്തെങ്കിലും സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ദ നെറ്റ് കോസ്റ്റ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഈക്വലൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, ഈക്വലൻറ്റ് യൂണിറ്റ്സും എടുക്കുമ്പോഴും യു ഹാവ് ടു ബി കെയർഫുൾ. വാട്ട് ഈസ് ദ യൂണിറ്റ്സ് ഫ്രം ലാസ്റ്റ് ഇയർ വി കംപ്ലീറ്റഡ് ദിസ് ഇയർ. ഓക്കെ, ആ ബാലൻസ് ഇത്തവണ എടുക്കണം. ഓക്കെ, പിന്നെ ഈക്വലൻ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും നമ്മൾ എടുക്കാം. ഓക്കെ, പിന്നെ അബ്നോർമൽ ലോസും നമ്മൾ എടുക്കണം. ഫൈനലി ക്ലോസിംഗ് WIP എടുക്കണം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈക്വലൻറ്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, റൈറ്റ്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ. ഓക്കെ, റൈറ്റ്. ആൻഡ് വൺസ് യു ഗെറ്റ് ദ വാല്യൂ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അബ്നോർമൽ ലോസ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. പ്രോസസ് 2 അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒരു വർക്കിംഗ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം നമുക്ക് എന്താ ഓപ്പണിംഗ് വാല്യൂ ഉണ്ട്, റൈറ്റ്. അപ്പോൾ ഈ 100 യൂണിറ്റ്സ് ലാസ്റ്റ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എത്രയാണ് വന്നത്? ഓക്കെ, റൈറ്റ്. ദെൻ ഈ കൊല്ലം നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര വേണ്ടി വന്നു? ഓക്കെ, ആൻഡ് ഫൈനലി ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത യൂണിറ്റ്സിന് വന്നിട്ട് എത്രയാണ് കോസ്റ്റ്? ഓക്കെ, റൈറ്റ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ പ്രിപ്പയർ ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് ആവുള്ളൂ, ഈ ഒരു യൂണിറ്റ്സ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലോസിംഗ് WIP അഗെയിൻ സിമ്പിളാണ്. ടേക്ക് ദ യൂണിറ്റ്സ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ. ഓക്കെ, റൈറ്റ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓപ്പണിംഗ് WIP FIFO മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, റൈറ്റ്. Now we'll go to another discussion where we are going to adopt which method? Weighted average method. Okay, right. So weighted average again നിങ്ങൾ ഫൗണ്ടേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഇതുവരെയുള്ള കോസ്റ്റ് നമ്മളൊരു ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ എങ്ങനെ ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാറ്? എന്തൊക്കെ ഡിഫറെൻറ്റ് പർച്ചേസസ് വി ഡിഡ് അല്ലേ, അതിന് എന്തൊക്കെ റേറ്റിന് നമ്മൾ പർച്ചേസ് ചെയ്തു അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ പ്രൊഡക്റ്റ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആവറേജ് റേറ്റ് കിട്ടും അല്ലേ. അതേപോലെ തന്നെ നമ്മളിവിടെ എന്താ വെയ്റ്റഡ് ആവറേജിൽ ഒരു ആവറേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആ ആവറേജ് റേറ്റ് ആയിരിക്കും നമ്മൾ എന്താ ക്ലോസിംഗ് WIP, ദെൻ യൂണിറ്റ്സ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്, അബ്നോർമൽ ലോസ് എല്ലാത്തിലും നമ്മൾ ബ്ലാങ്കറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വേർതിരിവ് വയ്ക്കുന്നില്ല. വാട്ട് ഈസ് ഓപ്പണിങ്ങിന് എത്ര വന്നു, അതിൻ്റെ കോസ്റ്റ് അങ്ങനെയൊന്നുമില്ല. വൺ റേറ്റ് വിൽ കാൽക്കുലേറ്റ് ആൻഡ് വിൽ അപ്ലൈ ഇറ്റ് ടു എവറിത്തിങ്. ഓക്കെ, റൈറ്റ്. അപ്പം നമുക്ക് സെയിം എക്സാമ്പിൾ വി ക്യാൻ ട്രൈ യൂസിങ് വെയ്റ്റഡ് ആവറേജ്. ഓക്കെ, so just like that, just fill the details first, right. First endana opening WIP we have to bring, right. 100 units undarnu and 1000 is the cost. Okay, 2 materials, you can write the input 900 units 84,000. Okay, right. Then immediately normal loss calculate ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻപുട്ടും അതായത് ഓപ്പണിംഗ് പ്ലസ് ഇൻപുട്ടിനാണ് 10% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 100 ജസ്റ്റ് ലൈക്ക് സെയിം തിങ് ലൈക്ക് ലാസ്റ്റ് ടൈം. ഓക്കെ, ഇൻറ്റു 10 rupees ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോസസ് 2 എത്ര ട്രാൻസ്ഫർ ചെയ്തു? വി ട്രാൻസ്ഫേർഡ് 650 യൂണിറ്റ്സ്. ഓക്കെ, ക്ലോസിംഗ് WIP
again it is 60% complete, right? Just fill in those details, okay? Then it is 150, okay, right? Again, just like last time, we'll have to write the balancing figure as abnormal loss, okay, right? Any shortage, right? അപ്പോൾ ഈ സൈഡ് ഷോർട്ടേജ് ആണെങ്കിൽ അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ ആയിരിക്കും, ദാറ്റ് സൈഡ്, റൈറ്റ്? സോ 100, okay. So I am ensuring that my units is tallied first, okay. Okay, hope you are getting, right? അപ്പോൾ as usual, our question is this, right? What should be abnormal loss, what should be process 2, and what should be closing WIP, okay, right? അപ്പോൾ ഇവിടെ as I told you, നമ്മളൊരു ബ്ലാങ്കറ്റ് റേറ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, okay, right? How to find out that, okay? Again, we will be calculating cost per equivalent unit, okay? എല്ലാ തവണയും പോലെ നമ്മൾ we will be finding cost per equivalent unit, okay, right? So ഇവിടെ I am writing a formula slightly different. So total cost incurred, okay, right? I am taking total cost incurred, right, divided by total number of equivalent units. Okay, there is a slight change in the formula, right? അത് ഫിഫോൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്താ, ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരീഡ് ആയിരുന്നു മൈനസ് NRV ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഈക്വലൻസ് ഡ്യൂറിങ് ദ പീരീഡ് ആയിരുന്നു, ഓക്കെ, റൈറ്റ്? ബട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഐ എം ടേക്കിംഗ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പറയുമ്പോൾ അതെന്താ, ലാസ്റ്റ് ഇയറിൻ്റെ കോസ്റ്റ് ഉണ്ടാവും, ഓക്കെ, റൈറ്റ്? ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് മൈനസ് NRV ഓഫ് സ്ക്രാപ്പ്, യു ക്യാൻ ഡു ഇറ്റ് ആസ് യൂഷ്വൽ, ഓക്കെ, റൈറ്റ്? അതെപ്പോഴും പോലെ തന്നെ റെഡ്യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ എടുക്കേണ്ട ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ആണ്, ഓക്കെ, റൈറ്റ്? സോ ഫസ്റ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഇസ് ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ്, റൈറ്റ്? So now here I will be taking last year cost also plus this year cost also. That is the thing. Only changes FIFOയിൽ എങ്ങനെയായിരുന്നു, നമ്മൾ ഇക്കൊല്ലത്തെ മാത്രം എടുത്തിരുന്നു അല്ലേ? Because we need to know what is the cost for this particular year, okay? പക്ഷേ എന്താ ഇവിടെ എന്താ, നമുക്ക് മൊത്തം കോസ്റ്റാണ് അറിയേണ്ടത്, ഓക്കെ? സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഓപ്പണിങ്ങിൽ നമുക്ക് എത്ര വരുന്നുണ്ട്, 1000 rupees വരുന്നുണ്ട് അല്ലേ, റൈറ്റ്? ഐ എം ഗോയിങ് ടു ആഡ് ദാറ്റ്, ഓക്കെ. ദെൻ വാട്ട് ഈസ് കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദ ഇയർ, 84,000, okay. Again, what is happening, minus 1000 we have to do, right? Because scrap value നമ്മൾ സെല് ചെയ്തിട്ടുണ്ട്, which means എന്താ, ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് 84,000 rupees ആണ്, ഓക്കെ. ഹോപ്പ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, റൈറ്റ്? സോ ടിൽ ഡേറ്റ്, അതായത് ഇതുവരെ എന്ത് കോസ്റ്റ് വന്നിട്ടുണ്ട്, ലാസ്റ്റ് ഇയറിൽ നിന്ന് 1000 വന്നു, ഇത്തവണ ഞാൻ 84 സ്പെൻഡ് ചെയ്തു, പക്ഷേ ഐ ഹാഡ് സം സേവിങ്സ് ഫ്രം സ്ക്രാപ്പ് സെയിൽസ്, ഓക്കെ. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 84,000 ആണ് ഇതുവരെയുള്ള എല്ലാ യൂണിറ്റിൻ്റെയും കോസ്റ്റ് വരുന്നത്, ഓക്കെ, റൈറ്റ്? Now, what is the total number of equivalent units? Right? So very simple calculation here. എത്ര equivalent units എന്നുള്ള, okay. അപ്പോൾ ഇവിടെ ഫസ്റ്റ് you can take units transferred, okay, units transferred. So അവിടെ you can just mention units, percentage of completion, what is equivalent units, okay, right? So units transferred എത്രയാണ്, നമ്മൾ 650 ആണ്, ഓക്കെ, റൈറ്റ്? 650, റൈറ്റ്? 100% will be completed, 650. Hope you are getting, റൈറ്റ്? ഇവിടെ ബൈഫർക്കേഷൻ നമ്മൾ ചെയ്യുന്നില്ല, അണ്ടർസ്റ്റാൻഡിങ്. ഫിഫോയിൽ ഞാൻ അഗെയിൻ ഇതിനെ ബൈഫർക്കേറ്റ് ചെയ്തിരുന്നു, ഓക്കെ. കാരണം ഈ 650 വന്നിട്ട് 100 ലാസ്റ്റ് ഇയറിൽ നിന്ന് വന്നതാണ്, ഓക്കെ. അപ്പോൾ അതിൻ്റെ ബാലൻസ് 50% ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ 650നെ 100ഉം 550 ആയിട്ട് ബൈഫർക്കേറ്റ് ചെയ്ത് 100ൻ്റെ ഈക്വലൻ്റ് യൂണിറ്റ് 50 എന്നൊക്കെ എടുത്തിരുന്നു, ഓക്കെ, ഫിഫോയിൽ, ഓക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓക്കെ. ഐ എം ടേക്കിംഗ് ജസ്റ്റ് 650, ദാറ്റ് ഈസ് ദ ടോട്ടൽ യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്, ഓക്കെ, റൈറ്റ്? സോ 100% കംപ്ലീഷൻ, ദെൻ 650. ദെൻ അബ്നോർമൽ ലോസ്, സെയിം ആസ് യൂഷ്വൽ ഫിഫോ പോലെ തന്നെ ഞാൻ 100 വരുന്നുണ്ട്, 100% എടുക്കുന്നുണ്ട്, 100 വരുന്നുണ്ട്, ഓക്കെ. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? Find the closing stock, that is also same, അവിടെ വ്യത്യാസമില്ല. Closing stock is how much, 150 units ആണ്, 60% ആണ് completed, okay. 90 ആണ് അതിൻ്റെ equivalent units വരുന്നത്, okay. So what is the total, 840 equivalent units, okay. That is the total number of equivalent units is 840. Hope you are understanding, okay. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഇയർ ദിസ് ഇയർ എന്നുള്ള ബൈഫർക്കേഷൻ ഒന്നും വേണ്ട, റൈറ്റ്? മൊത്തം യൂണിറ്റ്സ് ഞാൻ 650 നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, ഓക്കെ. ദാറ്റ് ഈസ്
taken. Then abnormal loss. I manufactured this year but I lost it due to fire or accident or whatever. Okay. അത് ഞാൻ എന്താ 100% എടുത്തു. പിന്നെ ക്ലോസിംഗ് WIP ഈ കൊല്ലം ഞാൻ 150 യൂണിറ്റ്സ് ഉണ്ട്, അതിൻ്റെ 60% ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, 90 എടുത്തു. ഓക്കെ, സോ ടോട്ടൽ 840. മച്ച് മോർ സിംപ്ലർ കാൽക്കുലേഷൻ ദാൻ FIFO. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് ന്യൂമറേറ്റർ കിട്ടി 84,000 ആൻഡ് ഡിനോമിനേറ്റർ ഇസ് 840. സോ ക്യാൻ വി കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ ഈക്വലൻ യൂണിറ്റ്? Right. So I am just taking total cost incurred, right, minus NRV of scrap divided by total number of equivalent units. Okay, right. So നമ്മൾ numerator already found out ചെയ്തു 84,000. Okay, divided by 840. So what is the cost per equivalent unit? That is 100 rupees per unit. Okay, right. Once you get this, then rest everything is very simple. We will be applying this 100 for everything. Okay, right. So you got 100 rupees, right? So what will be my abnormal loss? So 100 into 100, right? 100 units into 100 rupees. Okay, what is units transferred to next? 650 into 100, 65,000. Okay. Then finally 150 into, yes, here we have to apply the percentage, right? 150 into 60% only completed into 100. Are you understanding? So 9,000 will be coming. Okay, right. So shall we find out the total? Total is coming to 85,000. So both sides tallied, right? So this is how we prepare process account when we are using this weighted average method. Okay, so I hope you understood how we are preparing process accounts when we are having closing WIP, opening WIP, etc. Okay, right. So what you do is ഈ ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പം ഞാൻ തന്ന പോലെ ഈ എക്സാമ്പിൾസ് ഒന്ന് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്താ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നമുക്ക് അറിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇല്ലസ്ട്രേഷൻസും പിന്നെ പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സിമ്പിൾ പ്രോബ്ലം നമ്മളങ്ങ് ചെയ്യാം. ഓക്കെ, ഇറ്റ് വിൽ ഹാവ് ഓൾ ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദിസ് തിങ്. ഓക്കെ, then you can move on to your illustrations, past question papers, etc. Okay, right. So this is how we prepare process accounts when we are having working progress adjustments. Okay, right. So what you do is ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഫസ്റ്റ് ചെയ്യാം. ഓക്കെ, ബിഫോർ ഗോയിങ് ടു ദ ടെക്സ്റ്റ് ബുക്ക് ഇല്ലസ്ട്രേഷൻസ് അല്ലെങ്കിൽ പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുന്ന മുന്നേ ഫസ്റ്റ് എന്താ ഈ ഒരു കോൺസെപ്ഷ്യൽ ക്ലാരിറ്റിയാണ് ഫസ്റ്റ് വേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് ദ ഹൗ വി ആർ ഗോയിങ് ടു വാല്യൂ ക്ലോസിംഗ് WIP, how we are going to value abnormal loss, okay, how we are calculating cost per equivalent unit. അപ്പോൾ ഈ കാര്യങ്ങൾ ഫസ്റ്റ് ക്ലിയർ ആക്കിയ ശേഷം വേണം എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകേണ്ടത്. ഓക്കെ, റൈറ്റ്. So then you will be able to understand, you will be able to relate, okay, how each things are calculated. Okay, so ensure 100% conceptual clarity, right? So that is the first step in your learning. Okay, right. So hope you understood the concepts. So for more such updates, follow Virtuous Academy of Commerce.